ഹലോ, നമുക്കേ നമ്മുടെ ചൂണ്ടയിലത്തെ മോണോ ലൈനായിരുന്നു ഇതിൽ കിടന്നിരുന്നത്. അതൊന്ന് മാറ്റിയിട്ട് ബ്രൈഡൽ ലൈൻ കയറ്റാം. ഇന്നത്തെ പരിപാടി അതാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ റോക്ക് ഫിഷിങ്ങിന് കൂടുതലും മോണോ ലൈനാണ് ഈ ഓസ്ട്രേലിയയിൽ വന്നിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെയൊക്കെ ബ്രൈഡൽ ലൈൻ തന്നെയായിരുന്നു. കാരണം നമുക്ക് മീൻ കൊത്തുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് ബ്രൈഡൽ ലൈനിലാണ്. ഓരോ ബൈറ്റും കിട്ടും. ഇവിടെ വന്നിട്ട് മോണോയാണ് കിടന്നിരുന്നത്. ഇവിടുത്തെ ഒരു രീതി അറിയില്ലാത്തതുകൊണ്ടേ ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ച്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മോണോ മാറ്റിയിട്ട് ബ്രൈഡഡ് കയറ്റാമെന്ന്. എന്ന് വെച്ചാൽ ഈ റീലാണ് ഞാൻ നിലവിൽ വലിയ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കാറ്. സംഭവം എന്ന് വെച്ചാൽ ലൈവ് ബൈറ്റൊക്കെ എറിഞ്ഞിട്ട് ജൂവി തെരണ്ടിക്കൊക്കെ ഇതാണ് ട്രൈ ചെയ്യല്. ജൂവി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, എപ്പോഴേലും കിട്ടും. ജൂവി എന്ന് പറയുന്ന നാട്ടിലത്തെ വഴുത കേട്ടാ. ഓസ്ട്രേലിയനത്തെ ഗോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. നമുക്കും കിട്ടും ഒരു ഗോസ്റ്റിനെ, നമ്മൾ പിടിക്കും. ഈ വർഷം പിടിക്കും, ഞാൻ കാണിക്കാം. അപ്പോൾ ഈ മോണോ അങ്ങോട്ട് മാറ്റിയിട്ട് ബ്രൈഡ് അങ്ങോട്ട് കയറ്റാൻ എഴുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്രാവിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വിൻ്റർ വരുവാണ്. വിൻ്റർ വരുമ്പോൾ കുറച്ചൊരു വലിയ മീനുകളുടെ ആക്ടിവിറ്റി ആയിരിക്കും. ചെറുതൊക്കെ അങ്ങനെ ഒന്ന് പമ്മും പയ്യെ. അപ്പോൾ രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ വലുത് കിട്ടും. അപ്പോൾ ഞാൻ ഈ സംഭവം ലോഡ് ചെയ്യണത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. സാധാരണ ഇതിൽ നേരത്തെ ഞാനത് എവിടെയെങ്കിലും ഉടക്കി വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഒരു കമ്പി കയറ്റി ലോഡ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷെ പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വിൻഡിനോട്ടുള്ള സാധനങ്ങളൊക്കെ വീണ് തുടങ്ങിയപ്പോഴത്തേനും ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടിട്ട് അതേൽ ഈ സാധനം ഇട്ടിട്ട് നമ്മൾ ലോഡ് ചെയ്യും. അപ്പോൾ ഗുണമെന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെ ടെക്സ്ചർ മാറാതെ കറക്റ്റായിട്ട് വിൻഡായിക്കോളും, കറക്റ്റായിട്ട് ലോഡാവും, ഒന്നും ബാക്കി വരില്ല. നമുക്ക് കറക്റ്റായിട്ടൊരു ആക്യുറസി കിട്ടും ലോഡിങ്ങിൽ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഇത് ആംഗ്ലേഴ്സ് പാലിൻ്റെ 108 LB മെഗാ PE ആണ്. 36 mm 0.36 mm. ആംഗ്ലേഴ്സ് പാല് പേഴ്സണലി ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 2018 തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ബ്രീഡാട്ടാ, സൂപ്പറാണ്. നല്ലൊരു നോട്ട് ഇട്ട് കൊടുത്താൽ അവിടെ നിന്നോളും, ഏത് കൊമ്പനും പോരും, പൊട്ടി അങ്ങനെ പോകാറില്ല. സോ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് നേരത്തെ ജയ ബ്രീഡ് ആയിരുന്നു. പക്ഷേ ജയ ബ്രീഡ് കുറച്ച് കഴിയുമ്പോഴത്തേനും ടെക്സ്ചറിൽ മാറ്റം വരുന്നുണ്ട് ബ്രീഡിൻ്റെ. പിന്നെയാണ് ഇത് എടുത്ത് തുടങ്ങി. സാധനം കൊള്ളാം, നൈസാണ്. അപ്പോൾ ഞാനേ ഇവിടെ ഒരു പാത്രത്തിൽ ഇതിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. അതാണ്ട് ആ ഹോളിൽ കൂടെ ബ്രൈഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു പരിപാടി. നമ്മളിവിടെ റീല് കണക്ട് ചെയ്യും, കാണിക്കാം. ഏറ്റവും നേരെ ഗൈഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഞാനെപ്പോഴും ഒരു ബോട്ടം പീസാണ് എടുക്കുക റോഡിൻ്റെ. നമുക്ക് ഫുൾ റോഡിൻ്റെ ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. മെഷീനൊക്കെ വെച്ച് ചെയ്യണവരുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ സാധാരണ രീതിയിൽ ചെയ്യാൻ റോഡിൻ്റെ ബോട്ടം പീസ് മതി. അതിലേക്ക് റീല് കണക്ട് ചെയ്യുക, ബെയിൽ ഓപ്പൺ ചെയ്യുക. ഞാൻ സാധാരണ ഒരു കെട്ടാണ് സാധാരണ ഗതിയിൽ ഈ റീലിൽ വിൽക്കാറ്. കാരണം ഒത്തിരി ലൈൻ ഉണ്ടാവും, അത്യാവശ്യം 300 മീറ്റർ ലൈൻ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ മീൻ പിടിക്കണം ഈ ലൈൻ കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ സാധാ ഒരു കടുങ്കെട്ട് കെട്ടിയിട്ട് നാട്ടിലത്തെ ഊരാക്കുടുക്കാണ് ഞാൻ ഇടാറ്. ഓക്കെ, സാധാ ഒരു വളയം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് സാധാ ഒരു ഊരാക്കുടുക്ക് ഇടുക. അതൊന്ന് ഉറപ്പിക്കുക. നേരെ താണ്ടേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യൽ. എന്നിട്ട് ഒന്നുകൂടി വളച്ചിട്ട് കൊടുക്കും അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഈ സാധനം സേഫായി. ഇനി പെട്ടെന്നൊന്നും പൊട്ടൂല. ഇതിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താലേ ഇഷ്ടംപോലെ ഇത് നിങ്ങൾക്ക് കിട്ടൂട്ടാ. എങ്ങനത്തെ നോട്ട് കിട്ടണം, കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട് റീലുമ്മിലേക്ക് എന്ത് നോട്ടാണ് ബെസ്റ്റ് എന്നൊക്കെ. അങ്ങനൊന്നുമില്ല, ഒരു വിധപ്പെട്ട സ്റ്റാൻഡേർഡ് നോട്ട് ചെയ്തിട്ടാലും കിട്ടും. പിന്നെ നമ്മൾ ഈ ബിഗ് ഗെയിമിങ്ങിന് പോണവർ, അതായത് വലിയ GT, മാർലിൻ, പിന്നെ ബ്ലൂ ഫിൻ, ഇതൊക്കെ പിടിക്കാൻ പോകുമ്പോഴത്തേനും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെ കരുതിയിട്ട് പോകണം, അല്ലെങ്കിൽ ഇവന്മാർ എടുത്തുകൊണ്ട് പോകും. സോ ഇതാണ് ഞാൻ ചെയ്യൽ. എന്നിട്ട് ഇതിൻ്റെ ഒരു എൻഡ് ഞാനൊരു കട്ട് കളയും. ഓക്കെ ഓക്കെ അപ്പോൾ അതാണ്ട് ഈ ഒരു ഫോമാറ്റിലേക്ക് എത്തി. ഇനി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനൊരു കൈ ഇങ്ങനെ ഇവിടെ പിടിക്കൂട്ടാ. കാരണം അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ബ്രൈഡ് ഇതിൽ കറക്റ്റായിട്ട് വിൻഡ് ആവാനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് കറക്കുക. ഓക്കെ, ഇങ്ങനെ കറക്കി കൊടുക്കും. ഇത് നല്ലൊരു പരിപാടിയാണ്. കുറച്ച് ആക്യുറസി കൂടുതൽ കിട്ടും. വിൻഡ് ചെയ്ത് കയറുന്ന ലൈനെ മാറ്റം വരാറില്ല പൊതുവെ നമ്മൾ ചൂണ്ടിട്ട് തുടങ്ങുമ്പോഴത്തേനും.
ഏകദേശം എന്താണ്ടേ ഇത്രത്തോളം വിൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഓക്കെ, നമ്മൾ ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ ഇവിടെ ഈ ബെയിലിൻ്റെ എന്താണ്ട് ഈ ഒരു കട്ടിങ് കണ്ടില്ലേ, അവിടെ വരെ വെച്ച് നിർത്തിയേക്കണം. ഞാനൊക്കെ നേരത്തെ തുടങ്ങിയ സമയത്ത് കുറേ ലൈൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അറ്റം വരെ സ്പൂൾ ചെയ്യുമായിരുന്നു. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എറിയുമ്പോഴത്തേനും ഓരോ എറിനും ഓരോ കെട്ടാണ്. കെട്ടെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മണ്ടം കെട്ട് ഒരു 4 മണിക്കൂർ കൊണ്ടുവരാൻ പോയ 2.5 മണിക്കൂർ കെട്ട് അഴിക്കാനുള്ള പരിപാടി. പിന്നെയാണ് നമ്മളതൊക്കെ പഠിച്ചത്. അപ്പോൾ ഇനിവേ ഈ സ്പൂളിൻ്റെ ഈ ഒരു കട്ടിങ് വരെയാണ് നിങ്ങൾ ചെയ്യാവൂ. കണ്ടോ, ഇവിടെ ക്ലീൻ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങളുടെ ഒരു സ്ലോപ്പ് കട്ടിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ ലൈൻ സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോവാൻ. ലൈൻ നമ്മളിപ്പോൾ സ്പൂൾ ചെയ്യേണ്ടത് ഈ ഒരു കട്ടിങ് ഭാഗം വരെയാണ് ഉള്ളിലത്തെ കേട്ടോ. അതിനപ്പുറത്തേക്ക് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ. നല്ലൊരു പരിപാടിയാണ്. ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്യുക. അത്യാവശ്യം കൊള്ളാം.